ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഞാൻ കുറച്ച് അതായത് ഒരു 2 മാസത്തേക്കൊക്കെ വേണ്ടി എനിക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മൾ ഫേസ് ക്രീമായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഓരോ ഐറ്റംസ് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പം അതെല്ലാം ഒന്നിച്ച് പൊടിച്ച് സെറ്റാക്കി വേറെ സാധനങ്ങളെല്ലാം ഒന്നിച്ച് സെറ്റാക്കി വെക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്ത് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ പാക്ക് ഇടാനായിട്ടുള്ള ഓരോ ഐറ്റംസ് അത് എന്തൊക്കെയായാലും ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയായാലും അതെല്ലാം ഇങ്ങനെ പൊടിച്ചും എടുത്തും വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പം ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ ഉള്ളത് എല്ലാം പൊടിച്ച് സെറ്റാക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ കൂടെ ഇന്നിപ്പം എന്തായാലും നല്ലൊരു ഫേസ് പാക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതിയാണ് വന്നത്. അത് ഇടുന്നതിന് മുമ്പ് അത് അത് അത്രയും നല്ല റിസൾട്ടുള്ളൊരിതാണ്. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടും അത്. അപ്പം എന്താ പറയുക, ഇപ്പം ഞാനതൊക്കെ ഇടുന്നതിന് മുമ്പാണ് ഇങ്ങനെ അത് ഇടുമ്പോഴത്തേക്കും ഇട്ടതിന് ശേഷമുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ എന്തൊക്കെയാണെന്നല്ലേ ആ പാക്കിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ അതിന് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഉണക്കി പൊടിച്ചുകൊണ്ട് വന്നിട്ടുള്ള കസ്തൂരി മഞ്ഞളുടെ പൊടിയാണിത്. ഇതിൽ നിന്ന് 1 സ്പൂൺ എടുക്കാം. ഞാൻ 1 സ്പൂൺ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വൈറ്റ് ഓട്സ് പൊടിച്ചതാണ്, അതും 1 സ്പൂൺ എടുക്കാം. അതിലേക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചിഷ്ട എല്ലാവർക്കും അറിയാം. നമ്മുടെ ലിപ്പിനൊക്കെ നല്ല കളർ കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. അപ്പം ഇതിൽ നിന്ന് വളരെ കുറച്ച് ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കൂടി എടുത്ത് ഇത് നമുക്ക് തൈരിലോട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് തൈര് എടുത്തിട്ടുണ്ട്. ഇത് കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകാനൊക്കെ നമ്മൾ റെഡി ആവുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേയൊക്കെ ഇത് ചെയ്തിരുന്നാലും അത്യാവശ്യം നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ ഓട്സും കാര്യങ്ങളും കസ്തൂരി മഞ്ഞളും ഒക്കെ ചേർന്ന് വന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. അപ്പോൾ നോക്കാം, ഇത് ഇടുമ്പോഴും ഇട്ടതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. കസ്തൂരി മഞ്ഞൾ ചേർത്തേക്കുന്നുണ്ട്. നമ്മുടെ ബേബി ഹെയർസൊക്കെ പോകാനും എല്ലാം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ മഞ്ചിഷ്ട വെച്ചിട്ട് നമുക്ക് ലിപ്പിന് നല്ല കളർ കൊടുക്കാനും പറ്റുന്ന സാധനമാണ്. അത് എന്താ പറയുക, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. എല്ലാ വീടുകളിലും കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ബോയ്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് മഞ്ഞൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ബോയ്സിന് എന്താ പറയുക, ഹെയർ ഗ്രോത്ത് ഫേസിൽ ഇവിടെയൊക്കെ ഇടുമ്പം ഇവിടെയൊക്കെ ഹെയർസിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതൊരിതല്ലേ. അപ്പം അവർക്ക് വേണമെങ്കിൽ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തില്ലെങ്കിലും നോക്കി ഇട്ടാൽ മാത്രം മതി. എന്തായാലും ലേഡീസിനും ജെൻസിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുള്ളായ ഒരു പാക്ക് തന്നെയാണിത്. അപ്പോൾ എന്താണെന്നല്ലേ, നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് ഞാൻ എന്തായാലും 15 മിനിറ്റ് ഈ പാക്ക് വെച്ചേക്കും. നന്നായിട്ട് കഴുത്തിലും കൂടെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറ് കഴുത്ത് വേറൊരു കളറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിത് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ പാത്തൂസ് വന്നിട്ട് ചോദിക്കണം, ഉമ്മി എനിക്കും കൂടി ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓട്ടിച്ച് വിട്ടതാണുള്ള. കുട്ടികളൊന്നും ഇപ്പോഴേന്ന് വിടണ്ട അല്ലേ.
ഞാൻ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ഇടുമ്പോഴത്തേക്കേ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കും കേട്ടോ, ഒരുപാടായിട്ടല്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കണ്ണ് മാത്രം നല്ല ഇത്, അതായത് കളർ ചേഞ്ച് അവിടെ മാത്രം വരും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കും. ഒരുപാടല്ല, കണ്ണിനകത്ത് പോവാതെ സൂക്ഷിച്ചോളണം. അപ്പോൾ ഞാൻ ഇതിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴുത്തിലും കൂടെ ഒന്ന്, നെക്കിലും കൂടെ ഈ ഭാഗത്തും കൂടെയൊക്കെ ഒന്ന് ഇടട്ടെ. ഇട്ടതിന് ശേഷം പോയി ഒന്ന് കഴുകി കുളിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഹലോ. അപ്പം നമ്മൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ അതെല്ലാം വാഷ് ചെയ്ത് കഴുകി കുളിച്ച് ഫ്രഷായി വന്നിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഫേസിലെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ അത്യാവശ്യം നല്ലൊരു ഗ്ലോ, ഇടുന്നതിന് മുന്നേ ഉള്ളതിനേക്കാളും അത്യാവശ്യം നല്ലൊരു ഗ്ലോ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ് ആണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഡ്രൈനെസ് പോലെ തോന്നാം ചിലർക്ക്. അപ്പം എൻ്റേത് ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒരു ഇച്ചിരി മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നിർത്തിയിട്ട് ഫേസിൽ മൊത്തത്തിലൊന്ന് തേക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ നോക്കും. അപ്പം ശരി, ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഞാൻ കുറച്ച് അതായത് ഒരു 2 മാസത്തേക്കൊക്കെ വേണ്ടി എനിക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മൾ ഫേസ് ക്രീമായിട്ടും ഫേസ് പാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഓരോ ഐറ്റംസ് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക്. അപ്പം അതെല്ലാം ഒന്നിച്ച് പൊടിച്ച് സെറ്റാക്കി വേണ്ട സാധനങ്ങളെല്ലാം ഒന്നിച്ച് സെറ്റാക്കി വെക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്ത് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അപ്പം അല്ലെങ്കിൽ നമ്മുടെ പാക്ക് ഇടാനായിട്ടുള്ള ഓരോ ഐറ്റംസ് അത് എന്തൊക്കെയായാലും ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയായാലും അതെല്ലാം ഇങ്ങനെ പൊടിച്ചും എടുത്തും വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പം ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ ഉള്ളത് എല്ലാം പൊടിച്ച് സെറ്റാക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൻ്റെ കൂടെ ഇന്നിപ്പം എന്തായാലും നല്ലൊരു ഫേസ് പാക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് കരുതിയാണ് വന്നത്. അത് ഇടുന്നതിന് മുമ്പ് അത് അത് അത്രയും നല്ല റിസൾട്ടുള്ളൊരിതാണ്. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടും അത്. അപ്പം എന്താ പറയുക, ഇപ്പം ഞാനതൊക്കെ ഇടുന്നതിന് മുമ്പാണ് ഇങ്ങനെ അത് ഇടുമ്പോഴത്തേക്കും ഇട്ടതിന് ശേഷമുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം പോകാം വീഡിയോയിലേക്ക്.